நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ 5-ാം അധ്യായത്തിലെ പാടലുകളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നോക്കൂ. തങ്ങൾ നല്ല പോൽ വാഴുവാൻ വാനവരങ്ങ് വാഴ്ത്തി വരുന്നുണ്ട് നിന്നെയും. എൻ്റെ ഈ ജന്മത്തിനെ തുലയ്ക്കുന്നതിനാണ് ഞാനും സ്തുതിപ്പതും. വാനവർ പോലും ദേവന്മാർ പോലും തങ്ങൾ നല്ല പോലെ വാഴുവാൻ വേണ്ടി നിന്നെ നിരന്തരം സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ദേവന്മാർ പോലും അവരുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജീവിത സൗഖ്യത്തിന് വേണ്ടി, ജീവിത ശാന്തിക്ക് വേണ്ടി നിന്നെ നിരന്തരം ഭജിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാം തികഞ്ഞവരാണ് ദേവന്മാർ. അവർക്ക് യാതൊരു അല്ലലും ആലശീലയുമില്ല. എന്നിട്ടും അവർ അവരുടെ ജീവിതം നന്മ നിറഞ്ഞതാക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ദേവന്മാർ നിന്നെ ഭജിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും ഉന്നതരായ ദേവന്മാർ പോലും അല്ലയോ ഭഗവാൻ അവിടത്തെ നിരന്തരം ഭജിച്ചു കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ഈ ജന്മത്തിനെ ഇല്ലാതാക്കാൻ ഞാനും സ്തുതിക്കുന്നു. എൻ്റെ ഈ ജന്മത്തിനെ തുലയ്ക്കുന്നതിനായി ഞാനും സ്തുതിപ്പൂ. എൻ്റെ ഈ ജന്മം എങ്ങനെയുള്ള ജന്മം? ജന്മം എന്നാണ് മാണിക്യവാചകർ ഈ ജന്മത്തെ വിശേഷിപ്പിക്കുന്നത്. തൻ്റെ ജന്മം ഇതേവരെ ജന്മമായിരുന്നു. കാരണം കാമക്രോധ ലോപമോഹാദികൾക്ക് പിന്നാലെ, വിഷയസുഖങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് അനേകം ജീവിത ദുരന്തങ്ങളുടെ നടുവിൽ, ജീവിത ദുഃഖങ്ങളുടെ നടുവിൽ വെന്ത് നീറുന്ന ഒരവസ്ഥയാണ് ഇതിനു മുമ്പ് വിഷയസുഖിയായ മാണിക്യവാചകർക്ക് അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ ഇതേവരെയുള്ള ജീവിതം എൻ്റെ ജീവിതത്തിൽ 100,000 ജന്മദുഃഖങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെല്ലാം കാരണം അങ്ങയോടുള്ള ഭക്തിയില്ലായ്മയാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ വിഷയങ്ങളോടുള്ള ആഭിമുഖ്യം ഇനിയെങ്കിലും നിവർത്തിച്ചു തരാൻ ഞാൻ അങ്ങയോട് നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈ ജന്മം തുലയ്ക്കൂ എന്നാണ് ഭഗവാനോട് പറയുന്നത്. ഇത് ജന്മമായിരുന്നു. അതായത് ഇനിയൊരു പുതിയ ജന്മം എനിക്ക് നൽകൂ എന്നാണ് ഭഗവാനോട് പറയുന്നത്. ഭഗവത് ദർശനത്തോടെ മാണിക്യവാചകർക്ക് പുതിയൊരു ജന്മം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ അത് ജന്മവാസനകളാൽ പ്രേരിതമായിരുന്നു, വിഷയവാസനകളാൽ പ്രേരിതമായിരുന്നു. ആ വിഷയസുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോയതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ കാലഘട്ടം മുഴുവനും പാഴായിപ്പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പാഴായിപ്പോയ ജന്മം എനിക്കിനി വേണ്ട. എനിക്കൊരു പുതിയ ജന്മം തരൂ. ശിവദർശനത്തിലൂടെ എനിക്കൊരു പുതിയ ജന്മമാണ് ഇനി ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, ഇനിയെങ്കിലും എൻ്റെ ജന്മത്തെ ഇല്ലാതാക്കി എനിക്കൊരു പുതിയ ജന്മം അങ്ങയുള്ള നിരന്തരമായ ഭക്തിയാൽ വെന്ത് നീറുന്ന, ഉരുകിയൊലിക്കുന്ന ഒരു ഹൃദയമുള്ള ഒരു ജന്മം അല്ലയോ ഭഗവാൻ അവിടുന്ന് എനിക്ക് അരുളിയാലും. ആ നിരന്തര പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയും ശിവദർശനത്താൽ മാണിക്യവാചകരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദേവന്മാർക്കും മേലെയായി ശിവൻ ഭജന കൊണ്ട്
വാചകർക്ക് ശിവലോകം ലഭിക്കുന്ന കാഴ്ച നാം കണ്ടതാണ്. അങ്ങനെ ശിവസ്നേഹത്താൽ, ശിവഭജനത്താൽ, ശിവപ്രാർത്ഥനയാൽ വെന്തുരുകുന്ന മാണിക്യവാചകർ പറയുകയാണ്, കഴിഞ്ഞുപോയ എൻ്റെ പാഴ്ജന്മം ഇനി എനിക്ക് ആവശ്യമില്ല, പുതിയ ജന്മം ഇതാ എനിക്ക് ലഭിക്കുന്നു. നോക്കൂ, നിന്നെ വാഴ്ത്തിയിടുന്നു ചതുർവേദവും, നിന്നോടൊത്ത് ഉമയും മരുവുന്നഹോ, നിന്നെ വന്ന് ഭക്തന്മാർ പണിഞ്ഞു പോരുന്നു, നിൻപദം ആരു കാണുന്നു? നിന്റെ പദം ആർക്കാണ് കാണാൻ കഴിയുന്നത്? നിരന്തര സാധനയിലൂടെയല്ലാതെ, നിരന്തര സ്നേഹത്തിലൂടെയല്ലാതെ, നിരന്തര സ്നേഹഭക്തിയിലൂടെയല്ലാതെ നിന്നെ ഒരു മനുഷ്യനും കാണാൻ കഴിയില്ല. നിന്നെ വാഴ്ത്തുന്നു ചതുർവേദം, 4 വേദങ്ങളും, ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും നിന്നെ നിരന്തരം വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 4 വേദങ്ങളും നിന്നെ വാഴ്ത്തിയിട്ടും നിൻ്റെ പൊരുളെന്താണെന്ന് മനസ്സിലാക്കാൻ ഈ വേദകർത്താക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 4 വേദങ്ങളും നിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടാണ് പാടുന്നത്. എന്നിട്ടും നിൻ്റെ മഹത്വം എന്താണ് എന്ന്, നിൻ്റെ ദർശന സുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ വേദങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, നിന്നിൽ അലിഞ്ഞു തരാൻ വേണ്ടി നിൻ്റെ പാതി മെയ്യാകുന്ന ഉമാദേവി എപ്പോഴും നിന്നോടൊത്ത് കഴിയുന്നു, ഒരിക്കലും നിന്നെ വിട്ട് പിരിയുന്നില്ല. ഉമ നിന്നെ വിട്ട് പിരിയാതെ നിന്നോടൊത്ത് നിൻ്റെ ശരീരത്തിൻ്റെ വാമഭാഗമായി എപ്പോഴും നിലകൊള്ളുന്നു. എന്നിട്ട് പോലും ഉമയ്ക്ക് പോലും അങ്ങയെ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അങ്ങയിൽ ലയിച്ചു ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ പാതി മെയ്യായി വേറിട്ട് നിൽക്കുന്നത്. നിന്നെ വന്ന് ഭക്തന്മാർ പണിഞ്ഞു പോരുന്നു, നിന്നെ കോടാനുകൂടി ഭക്തന്മാർ നിരന്തരം ഭജിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും നിൻ പാദപത്മങ്ങൾ കാണുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ മാണിക്യവാചകർ പറയുകയാണ്, ശിവഭഗവാനെ കാണുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദേവന്മാർക്ക് പോലും നിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ 4 വേദങ്ങൾ, നിന്നെ സ്തുതിച്ച് പാടുന്ന 4 വേദങ്ങൾക്കും നിൻ്റെ ഉള്ളിലേക്ക് അലിഞ്ഞു ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് ഉമാദേവിക്ക് പോലും, പാതി മെയ്യായ ഉമാദേവിക്ക് പോലും നിന്നിൽ പൂർണ്ണമായി അലിഞ്ഞു ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഭാഗമായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നത്. നിന്നെ വന്ന് അനേകം കോടി ഭക്തജനങ്ങൾ പണിഞ്ഞാരാധിക്കുന്നു. അനേകം കോടി ജനങ്ങൾ നിന്നെ നിരന്തരം ഭജിച്ചിട്ടും അതിലാർക്കും നിൻ്റെ പാദപത്മങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് പ്രയാസമേറിയാണ് ഭഗവത് ദർശനം. ആ ഭഗവത് ദർശനം കിട്ടാൻ, ആ ഭഗവാനിൽ അലിഞ്ഞു ചേരാൻ, അല്ലയോ ഭഗവാൻ, ഞാനിതാ നിതാന്തമായ തപസ് ചെയ്യുന്നു. ഈ വാക്കുകളാകുന്ന ഹൃദയപുഷ്പങ്ങൾ കൊണ്ട് ഞാൻ അങ്ങയെ അർപ്പിക്കുന്നു. ഇതേവരെ ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു? സ്തോത്രമോദി സ്തുതിക്കുക, പരിമള പൂ പറിച്ചിട്ട് പൂജിപ്പതില്ല ഞാൻ, രക്ഷ പിന്നെ എനിക്കെന്തുരച്ചിടൂ. ഇതേവരെ ഞാൻ സ്തോത്രങ്ങളോതി ശിവനെ പുകഴ്ത്തിക്കൊണ്ട് സ്തോത്രങ്ങൾ രചിച്ച് ഇതേവരെ സ്തുതിച്ച് പാടിയിട്ടില്ല. പിന്നെ പരിമളം നിറഞ്ഞ പൂക്കൾ നിന്നെ അർപ്പിച്ച് പൂജിച്ചിട്ടുമില്ല. അപ്പോൾ ശാസ്ത്രവിധി പ്രകാരമുള്ള ഒരു പൂജയും ഞാൻ ചെയ്തിട്ടില്ല. അതേപോലെ സ്തോത്രങ്ങൾ ഓതി ഗ്രാമാന്തരങ്ങൾ തോറും നടന്ന് ഞാൻ ശിവപൂജ ചെയ്തിട്ടില്ല. പിന്നെ രക്ഷ എനിക്കെന്തു രക്ഷയിടൂ, പിന്നെ എനിക്കെന്താണ് രക്ഷ? അപ്പോൾ ശിവനെ പ്രാപിക്കാനുള്ള 2 വഴികളാണിത്. സ്തോത്രം നിരന്തരം ജപിക്കുക, സ്തുതിഗീതങ്ങൾ, ശിവസ്തുതികൾ നിരന്തരം ആലപിക്കുക, അതേപോലെ നിത്യാർച്ചന ചെയ്യുക. ഹൃദയത്തിൽ വിരിയുന്ന ആ വാടാമലരുകൊണ്ട് നിന്നെ നിത്യമായി, സ്നേഹമലരുകൊണ്ട് നിന്നെ നിത്യമായി പൂജിക്കുക. ഇത് 2ഉം ഞാൻ ചെയ്തിട്ടില്ല. ഇനി അതുകൊണ്ട് എനിക്ക് എന്താണ് രക്ഷ? അങ്ങ് തന്നെ എൻ്റെ രക്ഷാമാർഗം എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്.
സ്തോത്രമോദി സ്തുതിക്കാ പരിമളപ്പൂ പറിച്ചിട്ട് പൂജിപ്പതില്ല ഞാൻ. അപ്പോൾ നിരന്തര സ്തുതിയിലൂടെ നിന്നെ പ്രാപിക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നു, എന്നിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മാണിക്യവാചക സൂചിപ്പിക്കുന്നത്. സ്തുതിഗീതങ്ങൾ ആലപിച്ചാൽ ശിവൻ പ്രത്യക്ഷപ്പെടും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്തുതിഗീതങ്ങൾ ആലപിക്കുക, സ്തുതികൾ, ശിവസ്തുതികൾ, ശിവനാമ കീർത്തനം ആലപിക്കുക. അതിലൂടെ ശിവസായുജ്യം കിട്ടും എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ ഭക്തിയിലൂടെ, ഈ നാമസ്മരണയിലൂടെ, ശിവനാമസ്മരണയിലൂടെ ഒരാൾക്ക് ശിവനെ ദർശിക്കാൻ കഴിയും എന്ന് മാണിക്യവാചകർ ഇവിടെ സൂചിപ്പിക്കുന്നു. ഞാനത് ചെയ്തിട്ടില്ല, പക്ഷേ ഇനി മുതൽ ഞാനത് ചെയ്യുകയാണ്. അങ്ങനെ സ്തുതിഗീതങ്ങൾ ആലപിച്ചിട്ടാണ് ശിവൻ വന്ന് ഗുരുരൂപത്തിൽ വന്ന് ഉപദേശം മാണിക്യവാചകർക്ക് നൽകിയത്. അപ്പോൾ ഓർക്കുക, സ്തുതിഗീതങ്ങളിലൂടെ ശിവനെ പ്രാപിക്കാൻ കഴിയും. അതുപോലെ അർച്ചനകളിലൂടെ, നിതാന്തമായ അർച്ചനകളിലൂടെ സ്നേഹപുഷ്പങ്ങൾ അർപ്പിച്ച് ശിവനെ പൂജിച്ചാൽ ശിവദർശനം ലഭിക്കും. അപ്പോൾ വളരെ എളുപ്പമായ രണ്ട് മാർഗങ്ങളെക്കുറിച്ച് കൂടി ഇവിടെ മാണിക്യവാചകർ നമുക്ക് സൂചന നൽകുന്നു. അതായത് സ്തോത്രമോദി സ്തുതിച്ച് ശിവനെ പ്രീതിപ്പെടുത്താം. നിരന്തര നാമസ്മരണയിലൂടെ, ശിവനാമസ്മരണയിലൂടെ, ശിവകീർത്തനങ്ങളിലൂടെ ഒരാൾക്ക് ശിവനെ ദർശിക്കാൻ കഴിയും. പ്രത്യേകിച്ചും കലികാലത്തിൽ പറയുന്നത് നാമസങ്കീർത്തനമാണ് ഏറ്റവും എളുപ്പമായ വിദ്യ. ശിവദർശനത്തിനുള്ള ഏറ്റവും എളുപ്പമായ വിദ്യ നാമസങ്കീർത്തനമാണെന്ന് പറയുന്നുണ്ട്. ശിവൻ്റെ നാമങ്ങളെ ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക, ശിവനാമാവലി നിരന്തരം ചൊല്ലിക്കൊണ്ടേയിരിക്കുക, മാനസികമായി ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം മനസ്സിൽ ജപിച്ചുകൊണ്ടിരുന്നാൽ മതി. നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം മനസ്സിൽ നിരന്തരം സ്തുതിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടും. അപ്പോൾ വളരെ എളുപ്പമായ, കലികാലത്താണ് ഏറ്റവും എളുപ്പം ശിവനെ പ്രീതിപ്പെടുത്താൻ. ശിവനാമസ്മരണ, ശിവപൂജ, ശിവസഹസ്രനാമം നിരന്തരം ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ മതി. ആ ശിവസഹസ്രനാമത്തെ ആരാണോ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ശിവൻ പ്രത്യക്ഷപ്പെടും. ഇതേവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷേ ഇനി മുതൽ ഞാൻ ശിവസ്തുതി പാടിക്കൊണ്ട് ഗ്രാമാന്തരങ്ങൾ പോലും നടക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ തിരുവാചകം എന്നുള്ളത് സത്യത്തിൽ ഒരു ശിവസ്തുതിയായി കണക്കാക്കുക. ശിവനെ ദർശിക്കാൻ വേണ്ടി നടത്തിയ ശിവസ്തുതികളാണ് തിരുവാചകത്തിലെ പല പല പാടലുകളും. അപ്പോൾ ഈ അറുദയം എന്നുള്ള ഭാഗം തന്നെ ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാണിക്യവാചകർ ചൊല്ലിയ സ്തുതിഗീതങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വാൽമീകനാഥനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വാൽമീകനാഥൻ്റെ മുമ്പിൽ വച്ച് പാടിയ ഈ അറിവുദയം സത്യത്തിൽ ശിവസ്തുതിയിലൂടെ ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് പിന്നീട് പെരുന്തുറയിൽ വച്ചിട്ട് ശിവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ദർശനം നൽകിയത്. അപ്പോൾ ഈ മാണിക്യവാചകരുടെ തിരുവാചകം എന്നുള്ള പല പല ക്ഷേത്രങ്ങളിലും പല പല സ്ഥലങ്ങളിലും മാണിക്യവാചകർ നടത്തിയ അനേകം സ്തുതിഗീതങ്ങളൊരു സമാഹാരമാണ്. അപ്പോൾ മാണിക്യവാചകരുടെ ജീവിതത്തിലുടനീളം നടത്തിയ സ്തുതിഗീതങ്ങൾ സമാഹരിച്ചതാണ് തിരുവാചകം. അപ്പോൾ അതിന് കാലഗണന ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിലുടനീളം മാണിക്യവാചകർ സ്തുതിച്ച സ്തുതിഗീതങ്ങളാണ്. അപ്പോൾ ഇത് വാൽമീകനാഥൻ്റെ മുമ്പിൽ വച്ച് ചെയ്ത സ്തുതിഗീതങ്ങളാണ്. അങ്ങനെ സ്തോത്രമൂതി സ്തുതിക്കാ പരിമളപ്പൂ പറിച്ചിട്ട് പൂജിപ്പതില്ല ഞാൻ, രക്ഷ പിന്നെനിക്കെന്തു രച്ചിടൂ
എനിക്ക് ഇനി അങ്ങയെ കാണാൻ എന്താണൊരു വഴി? മന്മഥൻ്റെ പൂവമ്പും വസന്തവും ചോരുവായി മലർ മാർമുടി ഭംഗിയും കണ്ട് മുന്നം വിരണ്ടൊരു ചിത്തമേ, മണ്ടനാകാതെ ഇനിമേലിലെങ്കിലും. സ്വന്തം മനസ്സിനോട് പറയുകയാണ്, ഇതിനു മുമ്പ് നിൻ്റെ ജീവിതം ഒരു പാഴ് ജന്മമായിരുന്നു എന്ന് കുറ്റപ്പെടുത്തുകയാണ് മാണിക്യവാചകർ ചെയ്യുന്നത്. ഇതേവരെ ഞാൻ ശിവനെ സ്തുതിച്ചില്ല, പിന്നെ എങ്ങനെയാണ് ജീവിച്ചത്? മന്മഥൻ്റെ പൂവമ്പും വസന്തവും ചോരുവായി മലർ വാർമുടി ഭംഗിയും കണ്ട മുന്നം വിരണ്ടൊരു ചിത്തം. എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് ഏതിൻ്റെ പിന്നാലെ പോവുകയായിരുന്നു? മന്മഥൻ്റെ പൂവമ്പിൻ്റെ പിന്നാലെ പോവുകയായിരുന്നു. അതായത് വിഷയസുഖങ്ങളുടെ പിന്നാലെ, ആ വസന്തത്തിൻ്റെ പിന്നാലെ, ആ വാർമുടി ഭംഗിയുടെ പിന്നാലെ പാഞ്ഞു പോവുകയായിരുന്നു. അപ്പോൾ വിഷയസുഖങ്ങളുടെ പിന്നാലെയായിരുന്നു എൻ്റെ മനസ്സ് ഇതേവരെ സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ ശിവനെക്കുറിച്ചിട്ടല്ല, വിഷയസുഖങ്ങളെക്കുറിച്ചിട്ടാണ് ഇതിനു മുമ്പ് ഞാൻ പലപാട് ചിന്തിച്ചിട്ടുള്ളത്. എൻ്റെ മനസ്സ് അങ്ങനെ ലൗകിക സുഖഭോഗങ്ങളിൽ മുഴുകിക്കിടക്കുകയായിരുന്നു. അതിൽ നിന്ന് ഞാനിന്ന് മാറിക്കഴിഞ്ഞു. അങ്ങനെ മണ്ടനാകാതെ ഇനിമേലിലെങ്കിലും എന്നെ കാത്തുകൊള്ളുക. ഇനിയെങ്കിലും അല്ലയോ ഭഗവാൻ, എൻ്റെ ചിത്തം അങ്ങയിലുറയ്ക്കട്ടെ. അപ്പോൾ മനസ്സിനെ വിഷയവാസനകളിൽ നിന്ന് പിന്തിരിപ്പിച്ച് മനസ്സിനെ, ചിത്തത്തെ ശിവങ്കൽ ഉറപ്പിക്കുന്ന ഒരു രാസവിദ്യയാണ് നാം ഇവിടെ കാണുന്നത്. ഇത്രയും നാളും വിഷയസുഖങ്ങൾ അനുഭവിച്ച് അതിൽ മുഴുകി അതിലാണ്ട് കഴിഞ്ഞിരുന്ന മനസ്സിനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ മാണിക്യവാചകർ അത് ശിവനിൽ ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഏതൊരു ഭക്തൻ്റെയും ജീവിതത്തിലെ ഒരു പരിണാമദശയാണിത്. അതായത് നമ്മളെല്ലാം വിഷയസുഖങ്ങളുടെ പിന്നാലെ മരിപ്പച്ച പോലെ പാഞ്ഞു നടക്കുകയാണ്. എന്തിന്? സുഖാനുഭവത്തിന് വേണ്ടി. പക്ഷേ നമുക്ക് ആ സുഖം കിട്ടുന്നില്ല. സുഖം താൽക്കാലികമായി കിട്ടുമെങ്കിലും ആ സുഖം ദുഃഖത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന് നാം അറിയുമ്പോൾ നാം ഭഗവാനിലേക്ക് തിരിയുന്നു. അങ്ങനെ ശിവങ്കലേക്ക് തിരിഞ്ഞ മനസ്സ് ശിവങ്കലിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി, ശിവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സ്തുതിഗീതങ്ങൾ ആലപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്തുതിഗീതങ്ങളെല്ലാം, തിരുവാചകം എന്ന ഈ മഹനീയമായ ഭക്തികാവ്യം നാം പഠിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ചിത്തത്തെ ഏകാഗ്രമാക്കി ശിവങ്കൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ശിവനിൽ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നാം തിരുവാചകം പോലുള്ള സ്തുതിഗീതങ്ങൾ നിരന്തരം പഠനത്തിന് വിധേയമാക്കുന്നത്. അപ്പോൾ ചിത്തത്തിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി, ചിത്തത്തിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ് നാം ഈ സ്തുതിഗീതങ്ങളെല്ലാം പഠിക്കപ്പെടുന്നതും ആലാപനം ചെയ്യുന്നതും അതിനെക്കുറിച്ച് മനനം ചെയ്യുന്നതും. അതിലൂടെ നമ്മുടെ ചിത്തം ഏകാഗ്രമാകുന്നു. അപ്പോൾ ചിത്തത്തിൻ്റെ ഏകാഗ്രതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ചിത്തം ഏതിൽ ഉറച്ചു നിൽക്കണം? ശിവങ്കൽ ഉറച്ചു നിൽക്കണം. ഈ ലോക ജീവിതത്തിൽ വിഷയസുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകുമ്പോൾ നമ്മുടെ ചിത്തം പലതായി വേർതിരിഞ്ഞ് ഛിന്ന ഭിന്നമായി പോകുന്നു. അങ്ങനെ ഛിന്ന ഭിന്നമായി നൂറായിരമായി പൊട്ടിച്ചിതറുന്ന നമ്മുടെ ചിത്തത്തെ ഏകാഗ്രമായി ശിവസ്നേഹത്തിൽ നിറയ്ക്കുമ്പോൾ, ആ ശിവഭക്തിയിൽ നിറയ്ക്കുമ്പോൾ, ആ ശിവഭക്തിയിൽ ഏകാഗ്രതപ്പെടുത്തുമ്പോൾ നമ്മുടെ ചിത്തം ദൃഢമാകുന്നു. ശിവനിൽ ലയിച്ചു ചേരാൻ അത് തയ്യാറാക്കുകയും ചെയ്യും. അപ്പോൾ ഏകാഗ്രമായ ഒരു ചിത്തമുണ്ടെങ്കിൽ മാത്രമേ ശിവസായുജ്യം കിട്ടുകയുള്ളൂ. ആ ഏകാഗ്ര ചിത്തത്തിന് വേണ്ടിയുള്ള നിരന്തരമായ തപമാണ് ശിവസ്തുതി ഗാനാലാപനവും ശിവസ്തുതി പഠനവും എല്ലാം നാം നിർവഹിക്കുന്നത്. അപ്പോൾ ഈ പഠനങ്ങളെല്ലാം, ഈ ആത്മീയ യാത്ര എന്നുള്ളത് നമ്മുടെ ചിത്തത്തെ ശിവനിൽ ഏകാഗ്രമാക്കി ശിവസ്നേഹത്തിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ശിവമാർഗത്തിലൂടെ ചരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ശിവമാർഗത്തിലൂടെ ചരിക്കാനുള്ള യാത്രയിൽ മാണിക്യവാചകരുടെ തിരുവാചകം നമുക്ക് നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ്. ശരിക്കും ഏതൊരു വിഷയസുഖിയെപ്പോലും
ശിവമാർഗത്തിലേക്ക് നയിക്കാൻ തിരുവാചകത്തിലെ ഓരോ വാക്കിനും കഴിയും. കാരണം അത് ഓരോരുത്തരുടെയും ഓരോ ശിവഭക്തൻ്റെയും ജീവിതാനുഭവമാണ്. ഇവിടെ തന്നെ മാണിക്യവാചകർ പറയുന്നു നോക്കൂ, ദേവരൻ്റെ ജന്മം എങ്ങനെയുള്ളതായിരുന്നു? പാഴ്ജന്മമായിരുന്നു. കാരണം എന്താ? ഞാൻ വിഷയസുഖങ്ങളുടെ പിന്നാലെയാണ് പാഞ്ഞു പോയത്. ഇപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമാകുകയും അങ്ങയിൽ ഏകാഗ്രപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇനി മുതൽ അങ്ങയുടെ ദർശനത്തിന് വേണ്ടി ഞാൻ സ്തുതിഗീതങ്ങൾ ആലപിക്കുകയാണ്. അങ്ങനെയുള്ള സ്തുതിഗീതങ്ങൾ നിറഞ്ഞതാണ് മാണിക്യവാചകരുടെ തിരുവാചകം. അതുകൊണ്ട് തന്നെ ശിവൻ ഗുരുരൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് പെരുന്തുറയിൽ വന്ന് അദ്ദേഹത്തിന് ദർശനം നൽകുന്നു. അദ്ദേഹം അങ്ങനെ മാണിക്യവാചകരായി മാറുന്ന കാഴ്ച നാം കാണുന്നു. ശരിക്കും ശിവമാണിക്യമാണ് ഈ തിരുവാചകം. ശിവൻ്റെ മാണിക്യമാണ് തിരുവാചകം. അത് പഠിക്കുന്നതിലൂടെ, അത് കേൾക്കുന്നതിലൂടെ നമ്മളും ശിവമാണിക്യമായി തീരുകയാണ് ചെയ്യുന്നത്. ഓം